Hello everyone, welcome to this video. So in this video we will discuss about assignment operators. So നമ്മൾ already 3 type of operators പറഞ്ഞു. നാലാമത്തെ type ആണ് assignment operators. Okay. So assignment operator already നിങ്ങൾക്ക് familiar ആയിട്ടുള്ള ഒരു operator ആണ്. That is equal to operator നെയാണ് assignment operator എന്ന് പറയുന്നത്. അല്ലേ? നമ്മൾ assignment operator already യൂസ് ചെയ്തിട്ടുണ്ട്. Assignment operator എന്തിനാണ് യൂസ് ചെയ്യുന്നത്? To assign a value to a variable. ഒരു വാല്യൂ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസൈൻ ദ റിസൾട്ട് ഓഫ് എൻ എക്സ്പ്രഷൻ ടു എ വേരിയബിൾ. ഒരു എക്സ്പ്രഷൻ്റെ റിസൾട്ട് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സിംപ്ലി സം ഈസ് ഈക്വൽ ടു 0, number is equal to 20, average is equal to avg is equal to 92.5. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക, ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിൽ എന്താണ് ഉള്ളത്, ദാറ്റ് വിൽ ബി അസൈൻഡ് ടു ദ ലെഫ്റ്റ് സൈഡ് അല്ലേ. അപ്പം നിർബന്ധമായിട്ടും ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ എന്തായാലും എന്തുണ്ടായിരിക്കണം, ഒരു വേരിയബിൾ നെയിം ഉണ്ടായിരിക്കണം അല്ലേ. ഈ 20 നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എങ്ങോട്ടാണ്, നമ്പർ എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് 20 സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്കാണ് നമ്മൾ 20 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ avg എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് 92.5നെ സ്റ്റോർ ചെയ്യുന്നത്. സോ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡ് LHS എന്ന് പറയുന്നത് എന്തായാലും എന്തായിരിക്കണം, ഒരു വേരിയബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബട്ട് സി ഓൾസോ ഓഫേഴ്സ് എ ഷോർട്ട് ഹാൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. സിയിൽ ഒരു ഷോർട്ട് ഹാൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട്. അതായത് ഈ ഒരു അസൈൻമെൻറ്റ് ഓപ്പറേഷൻ തന്നെ ഒരു ഷോർട്ട് ഫോർമാറ്റിൽ എഴുതുക, അതാണെന്ത് ഷോർട്ട് ഹാൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. സോ സി പ്രൊവൈഡ്സ് ഷോർട്ട് ഹാൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ദാറ്റ് ഈസ് ഇഫ് ഫോർ എക്സാമ്പിൾ എക്സിൻ്റെ വാല്യൂ 3 ആണ്, എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് ഷോർട്ടാക്കി എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഓക്കെ, സോ ഇങ്ങനെ എഴുതുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇതൊരു ഷോർട്ട് ഹാൻഡ് മെത്തേഡാണ്, ഷോർട്ട് ഹാൻഡ് മെത്തേഡ്. അപ്പോൾ ഷോർട്ട് ഹാൻഡ് മെത്തേഡ് എന്താണെന്ന്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. സോ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു എക്സ്പ്രഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് ആക്കിയിട്ട് ഈ ഒരു ഫോമാറ്റിൽ എഴുതാൻ പറ്റും, എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ് എന്താണ്, ഈ ആദ്യം ഇതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക, ഈ എക്സിൻ്റെ വാല്യൂ 3 ആണ്, അപ്പോൾ 3 + 1 ആദ്യം ചെയ്യും അല്ലേ. ആദ്യം തന്നെ ഈ എക്സിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടും, 4 ആക്കും. ആ 4 എന്ന് പറയുന്ന വാല്യൂ എങ്ങോട്ട് തന്നെ സ്റ്റോർ ചെയ്യുക, എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യുക 4 സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ. സോ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇയർ എന്ന് പറയുന്ന വേരിയബിളിൽ ഉള്ള വാല്യൂ ഇയർ ഈസ് ഈക്വൽ ടു ഇതിലുള്ളത് എത്രയാണ്, 2010 ആണ്. 2010 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇയറിലുള്ളത്. സോ ദെൻ ഇയർ ഈസ് ഈക്വൽ ടു ഇയർ മൈനസ് 2 എന്ന് പറയുന്ന എക്സ്പ്രഷനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇയർ മൈനസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. സോ ഇതിൻ്റെ ഷോർട്ട് മെത്തേഡാണെന്ത് ഇത്. അതായത് ഈ ഇയർ എന്ന് പറയുന്ന സംഭവം 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇയർ മൈനസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലേക്ക് എഴുതാം. ഇവിടെ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1, എക്സ് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം എക്സ് പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫോമിലേക്ക് എന്ത് ചെയ്യാം, എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ ഇയർ ഈസ് ഈക്വൽ ടു ഇയർ മൈനസ് 2 എന്താ സംഭവിക്കുന്നത്, ആദ്യം തന്നെ ഈ 2010 ആണ് ഇയറിലുള്ള വാല്യൂ. ഈ 2010 നിന്ന് എന്ത് ചെയ്യും, 2 എന്ത് ചെയ്യും, മൈനസ് ചെയ്യും അല്ലേ. 2 മൈനസ് ചെയ്താൽ 2008 ആണ് കിട്ടുന്നത്. ദാറ്റ് 2008 വിൽ ബി സ്റ്റോർഡ് ഇൻ വാട്ട് ഇയർ അല്ലേ. അപ്പോൾ ഈ ഇയറിൽ ഈ വാല്യൂ പോയിട്ട് നമുക്ക് എത്ര കിട്ടും, 2008 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് ഹാൻഡ് ഫോമിലേക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഇയർ മൈനസ് ഈക്വൽ ടു 2. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ആ ഓപ്പറേഷൻ, മൈനസ് ആണ്. അപ്പോൾ ആ മൈനസ് കൊടുക്കുന്നു, അതിന് ശേഷം ഈക്വൽ ടു കൊടുക്കുന്നു, ഏത് വാല്യൂ ആണ് എന്നുള്ളത് ഇത് കൊടുക്കുന്നു, 2 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മൈനസ് ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ ഒരു ഷോർട്ട് മെത്തേഡാണ് ഇത്. സോ ഇങ്ങനെ എഴുതുന്നതിനെയാണ് എന്ത് പറയുക, ഷോർട്ട് ഹാൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ സിൻടാക്സ് ആണ്, ഷോർട്ട് ഹാൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ സിൻടാക്സ് ആണ്. ആദ്യം നമ്മൾ വേരിയബിൾ കൊടുക്കുന്നു, പിന്നെ ഓപ്പറേറ്റർ കൊടുക്കുന്നു, പിന്നെ ഈക്വൽ ടു കൊടുക്കുന്നു, എക്സ്പ്രഷൻ കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇയർ മൈനസ് ഈക്വൽ ടു 2 ആക്കിയത് എങ്ങനെയാണ്, ആദ്യം നമ്മൾ വേരിയബിൾ ആണ് കൊടുത്തത്, ദാറ്റ് ഈസ് ഇയർ എന്ന് പറയുന്ന വേരിയബിൾ. അപ്പോൾ അതിന് ശേഷം മൈനസ്, നമ്മൾ ഓപ്പറേറ്റർ ആണെന്ത് മൈനസ്, അതിനുശേഷം ഈക്വൽ ടു, അതിനുശേഷം എന്ത് കൊടുത്തു
ഈക്വൽ ടു എന്ന് കൊടുത്തു. സോ അതിനുശേഷം ഈ എക്സ് പി എന്ന് പറയുമ്പോൾ എന്താണ് എക്സ്പ്രഷൻ? അപ്പോൾ ഇവിടെ നമുക്ക് 2 ആണ് എന്ത് ചെയ്യേണ്ടത്, മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, 2 എന്ന് കൊടുത്തു. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുന്നതിനുള്ള സിൻടാക്സ് ആണ് ഇത്. ഓക്കെ, ദിസ് ഈസ് ദ സിൻടാക്സ്. ഓക്കെ, ദിസ് ഈസ് ദ സിൻടാക്സ്. അതായത് എന്തിൻ്റെ സിൻടാക്സ് ആണ്? ഷോർട്ട് ഹാൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ സിൻടാക്സ് ആണ്. ഓക്കെ, സോ വേറൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് 1. എക്സിൻ്റെ കൂടെ എന്ത് കൂട്ടണം? വൈ പ്ലസ് 1 ആഡ് ചെയ്തിട്ട് അതിനെ എങ്ങോട്ട് തന്നെ സ്റ്റോർ ചെയ്യണം? എക്സിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യണം. സോ എന്തായിരിക്കും ഇതിൻ്റെ ഷോർട്ട് ഹാൻഡ് ഫോം എന്ന് പറയുന്നത്? എക്സ് പ്ലസ് ഈക്വൽ ടു വൈ പ്ലസ് 1. എക്സ് പ്ലസ് ഈക്വൽ ടു വൈ പ്ലസ് 1. ഓക്കെ, സോ ഈ ഇവിടെ ഓപ്പറേഷൻ പ്ലസ് ആണ്. അപ്പോൾ ഞാൻ ആ പ്ലസ് എഴുതി, പിന്നെ ഈക്വൽ ടു എഴുതി. എന്താണ് ആഡ് ചെയ്യേണ്ടത്? വൈ പ്ലസ് 1 ആണ്. സോ ഐ എം ഗിവിങ് വൈ പ്ലസ് 1. സോ ദിസ് ഇസ് ദ ഷോർട്ട് ഹാൻഡ് മെത്തേഡ്. ഓക്കെ, സോ ഷോർട്ട് ഹാൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് നമുക്ക് 5 ഓപ്പറേറ്റേഴ്സ് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഇവിടെ ഞാൻ സിമ്പിൾ അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു എ പ്ലസ് 1ൻ്റെ ഷോർട്ട് ഹാൻഡ് മെത്തേഡ് എങ്ങനെയായിരിക്കും? എ പ്ലസ് ഈക്വൽ ടു 1. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? എഡിഷൻ ആൻഡ് അസൈൻമെൻറ്റ്. ആദ്യം ആഡ് ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? അസൈൻമെൻറ്റ് ചെയ്യുന്നു, അല്ലേ? എ ഈക്വൽ ടു എ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ആദ്യം എനെ എന്ത് ചെയ്യും? ഒന്ന് ഇൻക്രീസ് ചെയ്യും, അല്ലേ? എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? എയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ ഈസ് ഈക്വൽ ടു എ മൈനസ് 1. ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ്റെ ഷോർട്ട് ഹാൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ഈക്വൽ ടു 1. ഓക്കെ, സോ അതിന് നമുക്ക് എന്ത് പറയാം? സബ്ട്രാക്ഷൻ ആൻഡ് അസൈൻമെൻറ്റ്. ആദ്യം ഒന്ന് മൈനസ് ചെയ്യുന്നു, പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? അസൈൻ ചെയ്യുന്നത്, പിന്നെയാണ് അതിനെ എയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ അടുത്ത എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു എ സ്റ്റാർ 1. സോ ദാറ്റ് മീൻസ് അതിൻ്റെ ഷോർട്ട് ഹാൻഡ് മെത്തേഡ് എന്താണ്? എ സ്റ്റാർ ഈക്വൽ ടു 1. എ സ്റ്റാർ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അസൈൻമെൻ്റ് ആണ്. ആദ്യം എനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ അസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എ ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ 1. അതിൻ്റെ ഷോർട്ട് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? എ ഡിവൈഡ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ ആദ്യം ഡിവിഷൻ ആണ് ചെയ്യുന്നത്, പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? അസൈൻമെൻറ്റ് ചെയ്യുന്നത്, അല്ലേ? എ ഈസ് ഈക്വൽ ടു എ ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എനെ ആദ്യം 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ആ റിസൾട്ടിനാണ് എന്ത് ചെയ്യുന്നത്? എയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എ ഈസ് ഈക്വൽ ടു എ പെർസെൻറ്റേജ് ബി. പെർസെൻറ്റേജ് എന്താണ്? മോഡുലസ് ആണ്, റിമൈൻഡർ കിട്ടലാണ്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഹാൻഡ് ഫോം എന്താണ്? എ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ബി എന്നുള്ളതാണ്. എ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ബി. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം മോഡുലസ് കാണും, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അസൈൻമെൻറ്റ് നടക്കുന്നത്. സോ ഷോർട്ട് ഹാൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്? 5 എണ്ണമാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എഡിഷൻ ആൻഡ് അസൈൻമെൻറ്റ്, സബ്ട്രാക്ഷൻ ആൻഡ് അസൈൻമെൻറ്റ്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അസൈൻമെൻറ്റ്, ഡിവിഷൻ ആൻഡ് അസൈൻമെൻറ്റ്, മോഡുലസ് ആൻഡ് അസൈൻമെൻറ്റ്. ഈ 5 എണ്ണമാണ് ഷോർട്ട് ഹാൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഒരു സിമ്പിൾ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു വാല്യൂവിനെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക മാത്രമാണ്. ബട്ട് ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഷോർട്ട് മെത്തേഡാണ്. അതായത് അവിടെ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഒന്നുകിൽ എഡിഷനും അസൈൻമെൻറ്റും, അല്ലെങ്കിൽ സബ്ട്രാക്ഷനും അസൈൻമെൻറ്റും. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഇൻറ്റേൺ ആയിട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ്? സോ അഡ്വാൻറ്റേജ് ആയിട്ട് ജസ്റ്റ് പറയാം. വാട്ട് അപ്പിയേഴ്സ് ഇൻ ദ ലെഫ്റ്റ് നീഡ് നോട്ട് ബി റിപ്പീറ്റഡ്. ലെഫ്റ്റ് സൈഡിൽ എന്താണോ വരുന്നത് അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു എ പ്ലസ് 1, അല്ലേ? ഈ ഇതിൽ നമ്മൾ എ എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്, അത് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ എങ്ങനെ എഴുതുന്നത്? എ പ്ലസ് ഈക്വൽ ടു 1. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡിൽ വരുന്നതിന് നമുക്ക് എന്ത് ചെയ്യേണ്ട? ഇത് റിപ്പീറ്റഡ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മോർ കൺസൈസ് ആൻഡ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് എന്താവും? കൺസൈസ് ആവും, ഒന്ന് ചുരുങ്ങും. സോ ഇറ്റ് വിൽ ബി ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് എന്തായി മാറുകയാണ്? കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് മാറുകയാണ്. അതായത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിലാണ് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള റെലവൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലുള്ള എ ഈക്വൽ ടു എ പ്ലസ് 1 ഒക്കെ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ബട്ട് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴാണ് ഇതിന് ഇമ്പോർട്ടൻസ് വരുന്നത്, ഷോർട്ട് ഹാൻഡ് ഫോമിന് ഇമ്പോർട്ടൻസ് വരുന്നു. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്തോ. വാല്യൂ ഓഫ് 5 സ്റ്റാർ j മൈനസ് 2 ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് 5 സ്റ്റാർ j മൈനസ് 2 പ്ലസ് ഡെൽറ്റ. അത് എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ? വാല്യൂ ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനാണ്. വാല്യൂ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫംഗ്ഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബട്ട് ഇതൊരു എക്സാമ്പിൾ പറയേണ്ടിയിട്ട് പറയുന്നതാണ്.
ഇതിൻ്റെ എന്ത് ചെയ്യുക, അതിന് ആ വാല്യൂ ഓഫ് 5 സ്റ്റാർ j മൈനസ് 2ൻ്റെ കൂടെ ഡെൽറ്റ ആഡ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക, ഇതിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ ആക്കി മാറ്റാൻ പറ്റും. വാല്യൂ ഓഫ് 5 സ്റ്റാർ j മൈനസ് 2 പ്ലസ് ഈക്വൽ ടു ഡെൽറ്റ. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. കാരണം ഇവിടെ പ്ലസ് ആണ് ചെയ്യേണ്ടത് അല്ലേ, ലെഫ്റ്റ് സൈഡിൽ വരുന്ന സാധനം റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ എഴുതി പ്ലസ് ആണ് ചെയ്യേണ്ടത്, ഈക്വൽ ടു കൊടുത്തു. എന്താണ് ആഡ് ചെയ്യേണ്ടത്, ഡെൽറ്റയാണ്. സോ പ്ലസ് ഈക്വൽ ടു ഡെൽറ്റ എന്ന് കൊടുത്തു. ഓക്കെ, ഇങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഷോർട്ട് ഹാൻഡ് ഫോമിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ അഡ്വാൻറ്റേജ് ശരിക്കും കിട്ടുന്ന എപ്പോഴാണ്, ഇതുപോലുള്ള കോംപ്ലക്സ് സ്റ്റേറ്റ്മെൻറ്റ്സിലാണ്. ഓക്കെ, ഇതുപോലുള്ള സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് a=a+1 അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിലൊന്നും ഇത് അത്ര അഡ്വാൻറ്റേജ് അതെന്ത് ചെയ്യുന്നില്ല, കാണിക്കുന്നില്ല. ബട്ട് ഇതുപോലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിലാണ് ഇത് ശരിക്കും യൂസ്ഫുൾ ആവുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഷോർട്ട് ഹാൻഡ് ഫോം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എന്താണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നും എന്താണ് ഷോർട്ട് ഹാൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നുമാണ് അല്ലേ. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു ആണ്, ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് വാട്ട് ഈസ് ദിസ്, ഈ ഒരു ഇതിനെ നമ്മളെന്താ പറയുക, എഡിഷൻ ആൻഡ് അസൈൻമെൻറ്റ്. മൈനസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ ആൻഡ് അസൈൻമെൻറ്റ്, സ്റ്റാർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അസൈൻമെൻറ്റ്. ഇതുപോലെ 5 എണ്ണമാണ് ഷോർട്ട് ഹാൻഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് the topic. So that's all in this video. Thank you.